ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവം നമ്മുടെ പ്രതീക്ഷകളെ തകർക്കുകയില്ല. കർത്താവിന് നമ്മെക്കുറിച്ചൊരു പുതിയ പദ്ധതിയുള്ളതിനാൽ ഇന്നത്തെ പ്രഭാതത്തിൽ അവിടുന്ന് വിളിച്ചുണർത്തി നമ്മെ അനുഗ്രഹിക്കുന്നതിനായി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവാണ് നമ്മുടെ പ്രതീക്ഷ. ഇന്ന് കർത്താവ് നമുക്കാവശ്യമായ, നമ്മുടെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അവിടുന്ന് അരുളി ചെയ്യുന്നു, നിനക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അവിടെ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും നിറഞ്ഞൊഴുകും. ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടും. നിനക്ക് ഒന്നിനും കുറവുണ്ടാകാതെ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ കർത്താവ് നിന്നെ പരിപാലിക്കും. ശാരീരികമായോ മാനസികമായോ വൈകാരികമായോ ആത്മീയമായോ ഒന്നിനും ഒരു കുറവും ഉണ്ടാകാതെ ഇന്നത്തെ ദിവസം കർത്താവ് നിന്നെ പരിപാലിക്കും. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ കുടുംബത്തിൽ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കുവാൻ വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 23. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി വീണ്ടും ഒരു കുടുംബമായി അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത വലിയ കൃപയെ ഓർത്ത് അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ദൈവമേ, അനേകർക്ക് ശക്തി നൽകിയ ഈ സങ്കീർത്തനം ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും ശക്തിയും ബലവും നൽകട്ടെ. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ, സമാധാനത്താൽ, അത്ഭുതത്താൽ ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമേ. അവിടുന്നാണ് ഞങ്ങളുടെ ഇടയൻ. ഞങ്ങൾക്കൊന്നിനും ഇന്നത്തെ ദിവസം കുറവുണ്ടാകാതിരിക്കാൻ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വിശ്രമം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ പഠനത്തെ സമർപ്പിക്കുന്നു. കർത്താവെ, ചില മക്കൾ കമൻറ്റ് സെക്ഷനിലൂടെ എഴുതി അറിയിച്ച കമൻറ്റുകൾ, മക്കളുടെ പഠനത്തിലുള്ള അശ്രദ്ധ, മക്കൾ രാവിലെ ഉണരാൻ പോലും മടിക്കുന്ന മക്കൾ, അവർക്ക് പരീക്ഷയെക്കുറിച്ചോ പഠനത്തെക്കുറിച്ചോ ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത വ്യക്തികൾ, ഈ മക്കളെ മുഴുവനും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ശക്തിയാണ്, അങ്ങ് ഞങ്ങളുടെ ബലമാണ്. അങ്ങയിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നാളും വഴിതെറ്റുകയില്ല. അങ്ങയിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും പതറുകയില്ല, ഒരു നാളും ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവത്തിൽ യഥാർത്ഥത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഭയം മാറിപ്പോകും. അവിടെ ദൈവത്തിന് കാരുണ്യം ഒഴുകും. ഇന്നത്തെ ദിവസം നാം പോകുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കുന്നതിന് കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കട്ടെ. എല്ലാ പ്രതിസന്ധികളെയും മാറ്റി ദൈവം ഇന്ന് വലിയ അനുഗ്രഹങ്ങൾ ചെയ്യുന്നതിനായി ദൈവമേ, ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും ഹൃദയം തുറക്കാം. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകം അവിടുന്ന് സാധിച്ചു തരട്ടെ.
മക്കളുടെ ഇന്റർവ്യൂവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. അവരുടെ ജോലിയെ സമർപ്പിക്കുന്നു. മക്കൾ എത്രയധികം പഠിച്ചിട്ടും അവർക്ക് ഓർമ്മശക്തി ഇല്ലാതെ ദുഃഖിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കർത്താവെ. അങ്ങയുടെ തിരുഹിത പ്രകാരം ഈ മക്കൾ പരീക്ഷ എഴുതി പാസ്സാകുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണവും അവിടുന്ന് ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാകാതെ കർത്താവ് നിങ്ങളെ പരിപാലിക്കും. ഇന്ന് കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് ഞങ്ങൾക്കിന്ന് ഒന്നിനും കുറവുണ്ടാകാതെ സുഭിക്ഷത അനുഭവിക്കുവാൻ, ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങളുടെ നാവുകളെ നീ ശക്തിപ്പെടുത്തണമേ കർത്താവ്. ഞങ്ങൾക്ക് ചെയ്ത നിരവധി അനുഗ്രഹങ്ങളെ കണ്ടില്ലെന്ന് വെക്കാതെ ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഇന്ന് ഞങ്ങൾക്ക് സ്വീകരിക്കുവാൻ കൃപ തരണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ വലിയ പദ്ധതി പ്രകാരം കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ നിന്റെ അത്ഭുത ശക്തിയാൽ എന്നെ വിടുവിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഒരു കുറവുമില്ലാതെ കർത്താവ് നിങ്ങളെ വഴി നടത്തട്ടെ. എല്ലാ അനുഗ്രഹങ്ങളുടെ നിറവിനാൽ ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും വഴിയിൽ സമൃദ്ധി ചൊരിയുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.